പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ? ഉണ്ടാവില്ല. ചെറിയ കുട്ടികളിൽ തുടങ്ങി പ്രായമായ ആൾക്കാർക്ക് വരെ ചെറുതും വലുതുമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ ഓരോരുത്തരും നേരിടുന്നത് വ്യത്യസ്തമാണെന്ന് മാത്രം. ചിലർ പക്വതയോടെ നേരിടും, മറ്റു ചിലർ എങ്ങനെ നേരിടണം എന്നറിയാതെ ബുദ്ധിമുട്ടും. ഞാനൊരു വിദ്യാർത്ഥിയാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരാളാണ് ഞാനും. എൻ്റെ പ്രശ്നങ്ങൾ മറ്റു ചിലർക്ക് വെറും കഥകൾ മാത്രമാണ്. എൻ്റെന്നല്ല, നമ്മൾക്കുള്ള പ്രശ്നങ്ങൾ നമുക്കേ പ്രശ്നമാകുന്നുള്ളൂ. അല്ലാത്തവർക്ക് അതൊരു കഥ തന്നെയാണ്. ഇതുപോലെ ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങളാണ് വലുത്. ഈ കാരണങ്ങളാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ ഒരാളുണ്ടാവുന്നത് അപൂർണമാണ്. രാവിലെ ട്യൂഷൻ, സ്കൂൾ, അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പഠിക്കാനുള്ളതുമൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളെപ്പോലെയുള്ള കുട്ടികൾ മടുക്കും. ഇതിനൊപ്പം വ്യക്തിപരമായ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളും ഒപ്പമുണ്ടാവും. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് ഒരു കാര്യം എൻ്റെ കണ്ണിലുടക്കി. അവിടെയുള്ള ഒരു പുഴയെ അഭിമുഖീകരിക്കുന്ന ഒരു നീല പെയിന്റ് അടിച്ച ബെഞ്ച്. എന്നും കാണാറുള്ള പുഴയായിട്ടും ഇന്നാണ് ആ ബെഞ്ച് ഞാൻ കാണുന്നത്. ഇപ്പോൾ വന്നതാണോ ആദ്യമേ ഉള്ളതാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ അതെന്നെ അങ്ങോട്ടേക്ക് വിളിക്കുന്ന പോലെ ആകർഷിച്ചു. അതിനെപ്പറ്റി ചിന്തിക്കുന്നതിനിടയിൽ എപ്പോഴോ ഞാൻ ആ ബെഞ്ചിനരികിൽ എത്തിയിരുന്നു. ഞാൻ അവിടെ ഇരുന്നു. എന്തെന്നറിയില്ല, ആരോ എന്നോട് സംസാരിക്കുന്നത് പോലെ എന്നെയും എൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങളെയും മനസ്സിലാക്കിയ പോലെ തോന്നി എനിക്ക്. ആ ഇരിപ്പ് ഏകദേശം അരമണിക്കൂർ നീണ്ടു. അത് ഞാൻ വൈകിയാണ് മനസ്സിലാക്കിയത്. ധൃതിയിൽ ഞാൻ വീട്ടിലേക്ക് നടന്നു. അന്ന് മുഴുവനും പുഴയെ നോക്കിയിരിക്കുന്ന ആ നീല ബെഞ്ചായിരുന്നു എൻ്റെ മനസ്സിൽ. പിറ്റേ ദിവസം മുതൽ സ്കൂള് വിട്ട് വരുമ്പോഴുള്ള നീല ബെഞ്ചിലെ ഇരുത്തം പതിവായി. കുറേ നേരം പുഴയെ നോക്കി ഒറ്റയ്ക്ക് സംസാരിക്കും. എൻ്റെ ഉള്ളിലെ എല്ലാം ഞാൻ ഒരാളോട് എന്നതുപോലെ പറയും. എന്തോ അവിടെ ആ പുഴയും ബെഞ്ചും കാറ്റും മരവും എനിക്ക് ഉത്തരങ്ങൾ നൽകുന്ന പോലെ തോന്നി. അല്ല, അവിടെ ഉത്തരങ്ങൾ നൽകുന്നതായിരുന്നു എന്ന് വേണം പറയാൻ. ആരോട് പറയും, എന്ത് ചെയ്യും എന്നറിയാതെ നിന്നിരുന്ന പലരുടെയും ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം പറയാനുണ്ടാകും. ഇന്നും ആ ബെഞ്ചും അതിലിരിക്കലും പുഴയെ നോക്കി കഥ പറയലും തുടരുന്നുണ്ട്.